പ്രിയപ്പെട്ട ലോക കേരള സഭാംഗങ്ങളെ, വളരെ കാര്യമാത്ര പ്രസക്തമായ വിഷയങ്ങളാണ് ഇവിടെ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത്. നമ്മുടെ മലയാളിയുടെ പ്രത്യേകത ഈ ചർച്ചയിലെല്ലാം കാണാൻ നമുക്ക് സാധിക്കും. നമ്മളൊരിടത്ത് എത്തിച്ചേർന്നാൽ ആ നാടിൻ്റെ ഭാഗമായി മാറുന്നു എന്നതാണ് മലയാളി പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ വിജയകരമായ വശം. നമ്മുടെ ഈ ലോക കേരള സഭ സ്വാഭാവികമായും കേരളത്തിൻ്റെ പ്രശ്നങ്ങളാണ് അധികം ചർച്ച ചെയ്യുകയെങ്കിലും ഇവിടെ പങ്കെടുത്ത മിക്കവാറും ആളുകൾ അവരിപ്പോൾ ജോലിയെടുക്കുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകതയും അവിടുത്തെ ആളുകൾ ആഗ്രഹിക്കും വിധമുള്ള നിക്ഷേപമടക്കമുള്ള വളർച്ച ഉണ്ടാക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളുമൊക്കെ ഈ സഭയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. അതാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നാടിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ പ്രവർത്തിയെടുക്കുന്ന ചില രാജ്യങ്ങളിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ടവർ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിലാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ അതിനപ്പുറം അവിടുത്തുകാരെ പോലെ തന്നെ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി താല്പര്യമെടുക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്ന പ്രത്യേകത. അതാണ് ഈ ചർച്ചയിൽ പ്രകടമായ ഒരു കാര്യം. ലോക കേരള സഭയ്ക്ക് രൂപം നൽകിയതിനെക്കുറിച്ച് എല്ലാവർക്കും ഏറെക്കുറെ ധാരണയുണ്ട് എന്നാണ് ഈ ചർച്ച വ്യക്തമാക്കുന്നത്. കാരണം രൂപം കൊണ്ട കാലം മുതൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒട്ടേറെ പേർ ഈ സഭയുടെ അംഗങ്ങളായിട്ടുണ്ട്. നമ്മുടെ ലോകത്താകെ കഴിയുന്ന മലയാളികൾ നാടിൻ്റെ പ്രശ്നങ്ങളിൽ എപ്പോഴും തൽപരരാണ്. പക്ഷേ നാടിൻ്റെ മുന്നോട്ട് പോക്ക് എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവസരം അവർക്ക് ലഭിക്കാറില്ല. എന്നാൽ നാട്ടിൽ ജീവിക്കുന്നവരെക്കാളും കൂടുതൽ നാടിൻ്റെ പ്രശ്നങ്ങളിൽ മുഴുകുന്ന പ്രവാസി സഹോദരങ്ങൾ ചില രാജ്യങ്ങളിലുണ്ട്. എല്ലായിടവും ഒരുപോലെയല്ല, അതിലും ഏറ്റക്കുറച്ചിൽ കാണും. ഈ താല്പര്യം എങ്ങനെ നാടിനു വേണ്ടി ഉപയോഗിക്കാൻ കഴിയും? ഇവിടെ ചിലർ ചൂണ്ടിക്കാണിച്ചതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുന്ന പ്രവാസി സഹോദരങ്ങൾ നേരത്തെയുള്ള
കുടിയേറ്റത്തിൻ്റെ രീതിയിലുള്ളവർ മാത്രമല്ല. നേരത്തെ ശാരീരികാധ്വാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടിയേറിയവരായിരുന്നു ഏറ്റവും കൂടുതൽ. തൊഴിലാളികളായി പോയവർ ആദ്യം തോട്ടം തൊഴിൽ, അതുപോലുള്ള വിവിധ തൊഴിലുകൾ, പിന്നെ കൺസ്ട്രക്ഷൻ രംഗം. ഇത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കനുസരിച്ച് പിന്നീടുള്ള കാലത്ത് വലിയ മാറ്റം വന്നു. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ്. ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ അതിപ്രശസ്തമായ വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ മലയാളി സാന്നിധ്യം കാണാനാകും. ഇന്നത്തെ കുടിയേറ്റക്കാരായ പ്രവാസി സഹോദരങ്ങളെ എടുത്താൽ ഏറിയ കൂറും ഉയർന്ന തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെട്ടു നിൽക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം സാധാരണ ജോലി ചെയ്യുന്നില്ല എന്നല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാൽ ഈയൊരു ഭാഗം നമ്മുടെ നാടിൻ്റെ ബൗദ്ധിക വളർച്ചയ്ക്ക് വലിയ തോതിൽ പിന്തുണ നൽകാൻ കഴിയുന്നൊരു ഭാഗമാണ്. സാധാരണ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർ നാടിനും രാജ്യത്തിനും ചെയ്യുന്ന സേവനം അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം വീട്ടിലേക്ക് എത്തുന്നു. അത് പ്രാരബ്ധത്തിൻ്റെ വിഷമത്തിൻ്റെ ഭാഗമായാണെങ്കിലും നാട്ടിൽ വലിയ തോതിലുള്ള മാറ്റത്തിനത് വഴിവെക്കുന്നു. ഇപ്പോൾ കുവൈറ്റിൽ മരണമടഞ്ഞ ഹതഭാഗ്യരിൽ ചിലരുടെ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അതിൽ ചില വീടുകൾ കാണിക്കുന്നുണ്ട്. വീട് പുതുക്കി പണിയാനുള്ള ആഗ്രഹത്തോടെ പോയവരെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടേറെ ആഗ്രഹങ്ങളോടെ തൊഴിലിന് പോകുന്ന സാധാരണക്കാരുണ്ട്, സാധാരണ തൊഴിലെടുക്കുന്നവരുമുണ്ട്. പക്ഷെ അതിനപ്പുറം ഒരു ശ്രേണിയുണ്ട്. അവർ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള പ്രതിഭകളാണ്. ആ പ്രതിഭകളുടെ സഹായവും പിന്തുണയും നമുക്ക് ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിനുകൂടി ഉപകരിക്കത്തക്ക രീതിയിലാണ് ലോക കേരള സഭയ്ക്ക് നാം രൂപം നൽകിയത്. ഇവിടെ നാം കാണേണ്ടത് ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന ഒരു സമൂഹത്തിന് അതിൻ്റെ സംസ്കാരവും അസ്തിത്വവും നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അകം കേരളവും പുറം കേരളവും തമ്മിലുള്ള ബന്ധങ്ങളുടെ ഇഴയടുപ്പം ശക്തിപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിലൂടെ മാത്രമേ
നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും രക്ഷിക്കാനാവുകയുള്ളൂ. ഇപ്പോൾ കേരളീയർ തമ്മിലുള്ള കൂട്ടായ്മകൾ അത് വലിയ തോതിൽ ശക്തിപ്പെടുത്താനാകണം. ഓരോ പ്രദേശത്തുമുള്ള ഓരോ രാജ്യത്തുമുള്ള കൂട്ടായ്മകൾ മാത്രമല്ല, വിവിധ ഭാഗങ്ങളിലുള്ള കൂട്ടായ്മകളെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുക എന്നത് പ്രധാനമാണ്. അതിനാവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയെടുക്കുന്ന രാജ്യങ്ങളിൽ അവിടെയുള്ള ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും അലട്ടുന്നവയായിട്ടുണ്ടാകാം. അതിൽ എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ നേരിടാനാവുക? ഇവിടെ കാണേണ്ടത് ഇത്തരം രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന ആളുകൾ ചില രാജ്യങ്ങളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ രാജ്യം അതിലൊന്നാണ്. നമ്മോടൊപ്പം മറ്റു ചില രാജ്യങ്ങളിലുള്ള ആളുകളും ജോലിക്കായി ഇവിടങ്ങളിലെത്തുന്നുണ്ട്. അപ്പോൾ ഈ കുടിയേറ്റ തൊഴിലാളികളോടുള്ള സമീപനത്തിൽ വ്യത്യസ്തത രാജ്യങ്ങളെക്കുറിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ ആ സമീപനം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റം വരുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളെ അയക്കുന്ന രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ രാജ്യം ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ്, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ. ഈ കാര്യത്തിൽ ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, ഈ വികസ്വര രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അപ്പോൾ പരസ്പരം മത്സരിച്ച് തൊഴിൽ ചൂഷണത്തെ സഹിക്കുന്നതിന് പകരം കുടിയേറ്റ തൊഴിലാളികളോട് ന്യായമായ സമീപനം സ്വീകരിക്കാൻ ഒരുമിച്ച് ആവശ്യപ്പെടുന്ന അവസ്ഥ വേണം. ഇതിനൊരു പ്രശ്നമുള്ളത്, നമുക്ക് അതിനുവേണ്ടി സാധാരണഗതിയിൽ മുൻകൈ എടുക്കാനാവില്ല. അത് ചെയ്യേണ്ടത് രാജ്യത്തിലെ ഗവൺമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഈ കാര്യം ആവശ്യപ്പെടാം. നമ്മുടെ ലോ കേരള സഭയുടെ ഒരാവശ്യമായി തന്നെ ഇത് ഉയർത്തുകയും അത് സംസ്ഥാന സർക്കാർ ഇന്ത്യ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ങ്ങളുമായി ബന്ധപ്പെട്ടൊരു കൂട്ടായ്മ ഇക്കാര്യത്തിൽ സൃഷ്ടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ
നമ്മുടെ രാജ്യം ഒട്ടേറെ വിഷയങ്ങളിൽ വിദേശ രാജ്യങ്ങളുമായി കരാറുകൾ ഒപ്പിടുന്നുണ്ട്, സ്വതന്ത്ര വ്യാപാര കരാറുകൾ ഒപ്പിടുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയും UAE തമ്മിൽ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സമഗ്ര സഹകരണത്തിനുള്ള കരാറായിട്ടാണിത് വരുന്നത്. എല്ലാവർക്കും അറിയാം, UAE-യിൽ നമ്മുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് എന്ന്. പക്ഷേ ഇത്തരം കരാറുകളിൽ പലപ്പോഴും കുടിയേറ്റം ഒരു വിഷയമായി കാണാറില്ല. അപ്പോൾ മറ്റ് കരാറുകൾ സംബന്ധിച്ച് ഉപകരാറുകൾ ഒപ്പുവെക്കുന്നുണ്ട്. കുടിയേറ്റ തൊഴിലാളികളുടെ സംരക്ഷണം സംബന്ധിച്ച ഉപകരാറുകൾ ഉണ്ടാവുന്നില്ല. പ്രധാനപ്പെട്ട ആതിഥേയ രാജ്യങ്ങളുമായി കുടിയേറ്റ തൊഴിലാളി സംരക്ഷണ കരാറുകൾ ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട്. അതും ഇന്ത്യ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ആ കാര്യവും നമുക്ക് ഇവിടെ ഈ ലോക കേരള സഭയുടെ ഒരാവശ്യമെന്ന നിലക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുന്നതാണ്. ഇവിടെ ന്യായമായ ഒരു കാര്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുതിർന്ന പൗരന്മാരുടെ എണ്ണം നല്ലതുപോലെ വർദ്ധിക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി പൊതുവെ തന്നെ ഈ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം ഒരു പ്രശ്നമായി കാണുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയണം? ഇപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വിവിധ കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത കാര്യങ്ങൾ മാത്രം പോരാ, ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രശ്നം ഇന്നത്തെ അണുകുടുംബ നില വരുമ്പോൾ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജോലിയുടെ ഭാഗമായി മകനോ മകളോ വിട്ടു നിൽക്കുന്നു. അവർ നാട്ടിലില്ല, വീട്ടിലില്ല. പ്രായമായ മാതാപിതാക്കൾ തനിച്ച് കഴിയുന്നു. അവരിൽ വാർദ്ധക്യ സഹജമായ അവശതയുള്ളവരുണ്ടാകാം, ശാരീരികമായ അവശത അധികമില്ലെങ്കിലും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. പിന്നെ ഒറ്റപ്പെടൽ, അതുമൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് തങ്ങളുടെ ശിഷ്ടജീവിതം ഉല്ലാസപൂർവ്വം നയിക്കുക,
ഇത് എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. മകനോ മകളോ ഉള്ളിടത്തേക്ക് ഈ മാതാപിതാക്കൾ പോകാൻ ചിലപ്പോൾ തയ്യാറാകില്ല. അവർ നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടിച്ചേരാനുള്ള അവസരം കഴിയാവുന്നത്ര ഒരുക്കുക. അതിൻ്റെ ഭാഗമായാണ് പകൽ വീട് പോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതിനപ്പുറം കടന്നാൽ അവർക്ക് കൂട്ടായി ജീവിക്കാൻ അവസരമൊരുക്കാനാകുമോ? അവർ താമസിക്കുന്ന വീടും അതിൻ്റെ ചുറ്റുപാടുള്ളവരും എല്ലാം ഒരേ നിലയിലുള്ളവരാകുമ്പോൾ നല്ലൊരു കൂട്ടായ്മ അവിടെ വരും. എന്നാൽ താമസം പ്രത്യേകമാണ്. അതിനുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ചിലയിടങ്ങളിൽ വിജയകരമായി അത്തരം പദ്ധതികൾ നടപ്പാക്കിയിട്ടുമുണ്ട്. പ്രവാസികളായിട്ടുള്ള ചിലർ തന്നെ ഇതുപോലുള്ള ചില പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ള, അതൊരു ഉയർന്ന ശ്രേണിയിലുള്ളവരുടെ അടക്കം കാര്യം വെച്ചാണ്, ഒരു 5 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കുന്ന വിധത്തിലുള്ള ഒരു പാർപ്പിട സൗകര്യം, വിവിധ വീടുകൾ ഒന്നിച്ചു വരുന്ന ഒരു കാര്യം മധ്യ കേരളത്തിൽ ഒരിടത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലുള്ള ഒരു പ്രമുഖ NRI സർക്കാരിനെ സമീപിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ടെന്നർത്ഥം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നേരത്തെ സംസാരിക്കുമ്പോൾ ശ്രീ ഗോകുലം ഗോപാലൻ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വെച്ചത്. അത്തരമൊരു പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്നും അദ്ദേഹം ഇവിടെ പറയുന്നതായി കേട്ടു. അതേ ആശയമാണ് നമ്മുടെ പാർലമെൻ്റ് അംഗം ജോൺ ബ്രിട്ടാസും നിങ്ങളുടെ മുന്നിൽ വെച്ചത്. നിങ്ങളിൽ ചിലരും അതേ ആവശ്യം ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് ഗൗരവമായി പരിശോധിക്കാം. ഏതായാലും ഈ ലോക കേരള സഭയുടെ സമ്മേളനത്തിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിട്ടത് വന്നിരിക്കുകയാണ്. അതിൻ്റെ തുടർ പ്രവർത്തനം എങ്ങനെ നടത്താമെന്നുള്ളത് നമുക്ക് തുടർന്ന് ആലോചിക്കാവുന്നതാണ്. ഇവിടെ ചർച്ചയിൽ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വരികയുണ്ടായി. അതിലൊന്ന് എമിഗ്രേഷൻ ആക്ട് 2021 പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തണം എന്ന നിർദ്ദേശമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നാം സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരും കേരളീയ പ്രവാസത്തിൻ്റെ അനുഭവത്തിൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. ഈ കേരള സഭയിൽ നടന്ന ചർച്ച, അതിലുയർന്നു വന്ന ഒട്ടേറെ ആശയങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നൽകുന്നതാണ്. പ്രധാന കുടിയേറ്റ സംസ്ഥാനങ്ങളിലെ
സർക്കാരുകളുമായി ചേർന്ന് പ്രവാസി ക്ഷേമത്തിന് ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവും പരിഗണിക്കുന്നതാണ്. ഇവിടെ ഉയർന്നു വന്ന മറ്റൊരു നിർദ്ദേശം ലോ കേരളം ഓൺലൈൻ പോർട്ടൽ അതിൻ്റെ പ്രചാരണം സജീവമാക്കണമെന്നതാണ്. ലോകത്താകെയുള്ള പ്രവാസികൾക്ക് പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കുന്നതിനും ലോക മലയാളികളെ കൂട്ടിയിണക്കുന്നതിനുമാണ് ഇത്തരമൊരു പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത്. പോർട്ടലിൻ്റെ പ്രവർത്തനങ്ങളിൽ പരമാവധി മലയാളികളെ ഉൾക്കൊള്ളിക്കാനാകണം. ഇപ്പോൾ ലോ കേരള സഭയുടെ ഭാഗമായ 103 രാജ്യങ്ങളിലും നിങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രചാരണം സംഘടിപ്പിച്ച് പരമാവധി മലയാളികളെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിക്കാനും ആശയങ്ങൾ കൈമാറാനും പ്രേരിപ്പിക്കണം. ചില കാര്യങ്ങളിൽ ആവശ്യമായ തുടർ നടപടികൾ വേണ്ടത്ര ഉണ്ടാകുന്നില്ല എന്ന അനുഭവമുണ്ട്. ഇപ്പോൾ 3-ാം ലോ കേരള സഭയുടെ ചർച്ച അത് പ്രവാസികളുടെ അപേക്ഷകൾ വേഗത്തിലാക്കുന്നതിനും എന്തായി അതിൻ്റെ സ്ഥിതി എന്നറിയുന്നതിനുമൊന്നും സാധിക്കുന്നില്ല എന്നതായിരുന്നു. ആ ചർച്ച ഗൗരവമായി എടുത്താണ് ഇവിടെ റവന്യൂ വകുപ്പിൽ പ്രവാസികളുടെ അപേക്ഷ വേഗതയിലാക്കാനും നൽകിയ അപേക്ഷയുടെ നിജസ്ഥിതി അറിയാനും പ്രവാസി മിത്രം എന്ന ഒരു പോർട്ടൽ ആരംഭിച്ചത്. പക്ഷേ വിചാരിച്ച രീതിയിലുള്ള അത്ര അപേക്ഷകളതിൽ വന്നു കാണുന്നില്ല. അപ്പോൾ പ്രവാസി മിത്രം പോർട്ടൽ ഇതുപോലുള്ള കാര്യങ്ങളിൽ നല്ല നിലക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം അത് അറിയാത്ത ആളുകളുണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഈ പോർട്ടലിൻ്റെ പ്രവർത്തനത്തിന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഉദ്യോഗസ്ഥരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ ഉന്നയിക്കാൻ പ്രവാസി സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുക, പ്രവാസികൾക്ക് നിക്ഷേപ സാധ്യത ഉറപ്പാക്കുക, ഈ ചർച്ചയിൽ ഉയർന്നു വന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ വലിയ തോതിലാണ് ആരംഭിക്കുന്നത്. അത്തരം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആവശ്യമായ മൂലധനം നൽകുന്നതിന് പ്രവാസികളായ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏജൻസികൾ രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശം വരികയുണ്ടായി. കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അംഗീകാരം നേടിയിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിൽ ഇത് നല്ല നിർദ്ദേശമാണ്. സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ പ്രയോഗിക്കാം, പ്രയോഗത്തിൽ വരുത്താം എന്ന കാര്യം പരിശോധിക്കുന്നതാണ്. പ്രവാസികളുടെ സംരംഭകത്വ പ്രോത്സാഹനത്തിന്
ഒട്ടേറെ പദ്ധതികൾ ഇതിനകം ആവിഷ്കരിച്ചിട്ടുണ്ട്. തിരികെ എത്തിയ പ്രവാസികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക റൂട്ട്സിൻ്റെ പ്രവാസി ഭദ്രത വായ്പാ പദ്ധതി, കുടുംബശ്രീ, KSFE, കേരള ബാങ്ക്, KSIDC തുടങ്ങിയ ഏജൻസികളുമായി ചേർന്ന് തുടർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാവുന്നതാണ്. കുടുംബശ്രീ മുഖേന 5834 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. KSFE മുഖേന 400 സംരംഭങ്ങൾ, KSIDCയിലൂടെ 4 സംരംഭങ്ങൾ. ഈ പദ്ധതിയുടെ കീഴിൽ 8000-ത്തിലധികം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. സംരംഭക തൽപരരായ പ്രവാസികൾ നാട്ടിൽ വരുന്നതിന് മുൻപ് തന്നെ അവരുമായി ആശയവിനിമയം നടത്തുന്നതിന് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട്. ഈ സെൻറ്ററിൻ്റെ ഭാഗമായി 6000-ത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. ഗുണഭോക്താക്കൾക്ക് 100 കോടിയിലധികം രൂപ സബ്സിഡി ഇനത്തിൽ അനുവദിച്ചിട്ടുമുണ്ട്. കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനാണ് പുതിയ വ്യവസായ നയം ആവിഷ്കരിച്ചത്. 22 മുൻഗണനാ മേഖലകളിൽ നിന്നും നിക്ഷേപം ആകർഷിക്കാനും നിക്ഷേപകർക്ക് മികച്ച ഇൻസെൻറ്റീവുകൾ നൽകാനും ലക്ഷ്യമിടുകയാണ്. 50 കോടി രൂപ വരെയുള്ള നിക്ഷേപമാണെങ്കിൽ KSWIFTൽ രജിസ്റ്റർ ചെയ്താൽ 3 വർഷം വരെ അനുമതികളൊന്നുമില്ലാതെ വ്യവസായം നടത്താൻ കഴിയും. ആ 3 വർഷത്തിനുള്ളിൽ ബന്ധപ്പെട്ട അനുമതികളെല്ലാം വാങ്ങിയാൽ മതിയാവും. ഈ 50 കോടിയുടെ മേലെയാണെങ്കിലോ, അത്തരമൊരു നിക്ഷേപമാണെങ്കിൽ എല്ലാ രേഖകളോടും കൂടി അപേക്ഷ നൽകിയാൽ 7 ദിവസത്തിനുള്ളിൽ ലൈസൻസ് നൽകാൻ നിഷ്കർഷിക്കുന്ന നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വ്യവസായം ആരംഭിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് 30 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. പരിഹരിച്ചില്ലെങ്കിലോ അതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തുന്നതിനുള്ള നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. 100 കോടിയിലധികം മുതൽ മുടക്കുള്ള പ്രോജക്റ്റുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അവർക്കായി വ്യവസായ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മീറ്റ് ദ മിനിസ്റ്റർ എന്നൊരു പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. നിക്ഷേപകർക്ക് തങ്ങളുടെ പദ്ധതികൾ മന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ലഭ്യമാക്കും. പദ്ധതി നടപ്പിലാകാൻ ഏകോപിപ്പിക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. പ്രവാസികൾ നാട്ടിലുള്ളപ്പോൾ തന്നെ ഇത്തരം വ്യവസായങ്ങളുടെ അനുമതിയും മീറ്റിങ്ങുകളും സംഘടിപ്പിക്കാൻ ഉതകുന്ന വിധം ടോക്കണിംഗ് ടൈം ലൈനിങ്ങും നടപ്പിലാക്കും. ഈ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്താനാകണം. കേരളത്തിൽ നിക്ഷേപം നല്ല തോതിൽ വിപുലപ്പെടുത്താനാകണം. ഈ കാര്യത്തിൽ കേരള സഭാംഗങ്ങൾ പ്രത്യേകം
ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ തരത്തിൽ വ്യവസായം തുടങ്ങാൻ പ്രാപ്തരായവരായിരിക്കില്ല. പക്ഷേ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒട്ടേറെ പേർ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റിയവരുണ്ടാവും. അവരുടെ അടുത്ത് കേരളത്തിൻ്റെ വക്താക്കളായി നിങ്ങൾ സമീപിക്കുക. കേരളത്തിൽ ഇത്തരത്തിൽ അവസരങ്ങളുണ്ട് എന്നത് അവരെ ധരിപ്പിക്കുക. പുതിയ വ്യവസായം ആരംഭിക്കുമ്പോൾ യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള മൂലധന ചെലവിൻ്റെ സംസ്ഥാന നികുതി വിഹിതം പൂർണ്ണമായും തിരിച്ചു നൽകും. 10 കോടി രൂപ വരെ മൂലധന സബ്സിഡി നൽകും. പുതിയ ട്രെയിനികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് 5000 രൂപ വരെ വേതനം നൽകും. ഇതെല്ലാം പുതിയ വ്യവസായ നയത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. NRI സംരംഭകർക്ക് വേണ്ടി പ്രത്യേക പരിശീലനം നൽകാൻ സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ലോകോത്തര കമ്പനികൾ പലതും കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികൾ ക്യൂവിലിപ്പോൾ ഉണ്ട് എന്നതാണ് വസ്തുത. ഇതോടൊപ്പം ക്യാമ്പസുകളോട് ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ കഴിയുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിന് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ വ്യവസായ നയത്തിൻ്റെ തുടർച്ചയിൽ കയറ്റുമതി നയം, ലോജിസ്റ്റിക് പോളിസി, ഗ്രഫീൻ പോളിസി, ESG പോളിസി, ഹൈടെക് മാനുഫാക്ചറിംഗ് പോളിസി ഇവയും വ്യവസായ പാർക്കുകളുടെ പുതുക്കിയ ലാൻഡ് അലോട്ട്മെൻറ്റ് പോളിസിയും 2 മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയും. ഇതിനെല്ലാം ശേഷം വരുന്ന ജനുവരിയിൽ ഒരാഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കാനും ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ഒരു നിർദ്ദേശം, അത് പ്രത്യേകം ഗൗരവമായി കാണേണ്ട കാര്യമാണ്. അതായത് ലോക കേരള സഭ നിലച്ചു പോകരുത് എന്ന താല്പര്യത്തോടെ വെച്ച നിർദ്ദേശമാണ്. അത് ഭാവിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് നിന്നു പോവാതിരിക്കാൻ നിയമപരിരക്ഷ നൽകണമെന്നുള്ളതാണ് വന്ന നിർദ്ദേശം. ഈ കാര്യം ഗൗരവമായി തന്നെ എടുക്കുന്നതാണ്. ഇതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു കാര്യമാണ്. ഇതിനൊന്നും സാധാരണഗതിയിൽ എതിർപ്പൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവുമായടക്കം ചർച്ച ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ്. കേരളത്തിൻ്റെ നാടൻ കലകളും ക്ലാസിക് കലാരൂപങ്ങളും ഉൾപ്പെടുത്തി ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ ഷോ സംഘടിപ്പിക്കുന്നത് ടൂറിസം വികസനത്തിന് പ്രയോജനമാകും എന്ന നിർദ്ദേശം ഇവിടെ വരികയുണ്ടായി. ടൂറിസം വികസനത്തിന് മികച്ച പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. ഇപ്പോൾ സൂക്ഷ്മതല ആസൂത്രണത്തിലൂടെ മികച്ച നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2021 വിനോദസഞ്ചാരികൾ 60,487 പേരാണ് വന്നത്. 2022 3,45,549. 21 കോവിഡിൻ്റെ ഭാഗമായിട്ട് കൂടി നാം കാണേണ്ടതാണ്. 2022 3,45,549. 2023 അത് 6,49,057 വർദ്ധിച്ചു. അപ്പോൾ
വിദേശ ടൂറിസ്റ്റുകളുടെ വരവിലുണ്ടാകുന്ന വർധനവാണത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വർഷം നോക്കിയാൽ 87.83% വർധനവ് വിദേശ സഞ്ചാരികളുടെ സന്ദർശനത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ മെച്ചപ്പെടുത്താനാകണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പങ്കാളിത്ത ടൂറിസം വികസനത്തിന്, സ്ത്രീ സൗഹൃദ ടൂറിസം പ്രവർത്തനങ്ങൾക്കും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ്. 140 എക്സ്പീരിയൻഷ്യൽ ടൂർ പാക്കേജുകൾ നടപ്പിലാക്കി. മറവൻ തുരുത്ത് വാട്ടർ സ്ട്രീറ്റ് പദ്ധതിക്ക് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. പൈതൃക ടൂറിസം പ്രോത്സാഹനത്തിനും വികസനത്തിനും വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. പ്രവാസി സംഘടനകൾക്കായി പ്രത്യേക ടൂറിസം പാക്കേജ് പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശം ഇവിടെ വരികയുണ്ടായി. ഇവിടെ കേരളത്തിൻ്റെ തനത് കലകളും സംസ്കാരവും വിദേശ രാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനും ബ്രാൻഡ് ചെയ്യുന്നതിനും പുതുമയാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ കേരള കലാമണ്ഡലം വിവിധ കലകളെ കോർത്തിണക്കിയുള്ള ഷോ വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിക്കുന്നതാണ്. 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അവതരണോത്സവങ്ങളും ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിന് കലാമണ്ഡലം പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഷോ അമേരിക്കയിൽ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരള കലകൾ ഓൺലൈനായി പഠിക്കുന്നതിന് അവസരവും ഒരുക്കും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചരണം നൽകുന്നതിനും ഷോകൾ സംഘടിപ്പിക്കുന്നതിനും നമ്മുടെ നാടിൻ്റെ പൈതൃകം ബ്രാൻഡ് ചെയ്യുന്നതിനും കേരള സഭാ അംഗങ്ങൾ മുൻകൈ എടുക്കണമെന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ തൊഴിൽ പഠന വിസ നിയമങ്ങളെക്കുറിച്ച് നോർക്ക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം, നോർക്ക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. പ്രധാന ആതിഥേയ രാജ്യങ്ങളിലെ മാറുന്ന തൊഴിൽ കുടിയേറ്റ നിയമങ്ങളെക്കുറിച്ച് സമയങ്ങളിൽ ലഭ്യമാക്കേണ്ട ബോധവൽക്കരണത്തിൻ്റെ അഭാവം പ്രവാസികൾക്ക് വെല്ലുവിളി ഉയർത്താറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ തൊഴിലന്വേഷിക്കുന്നവർക്കുള്ള സുരക്ഷിതമായ കുടിയേറ്റ കാര്യങ്ങളിൽ പ്രിൻ്റ്, ഓഡിയോ, വിഷ്വൽ മാധ്യമങ്ങൾ മുഖേന നോർക്ക റൂട്ട്സ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ നഴ്സിംഗ് കോളേജുകൾ മുഖേന ജില്ലാതലത്തിൽ പ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അടിക്കടി നിയമങ്ങൾ മാറി വരുന്നുണ്ട്. അവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇനിയും നൽകേണ്ടതുണ്ട്. UAE ഒഴിച്ചുള്ള മിക്ക രാജ്യങ്ങളിലെയും ഇന്ത്യൻ എംബസി അവരുടെ വെബ്സൈറ്റുകളിൽ മാറി വരുന്ന നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല. ഇത് വലിയ പരിമിതിയാണ്. ഈ പരിമിതി പരിഹരിക്കുന്നതിന് വിദേശ സർവകലാശാലകൾ, കോഴ്സുകൾ, തൊഴിൽ നിയമങ്ങൾ എന്നിവ അതത് സമയങ്ങളിൽ
നോർക്ക റൂൾസിൻ്റെയും ലോ കേരള സഭയുടെയും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുക എന്നത് സ്വാഗതാർഹമായ നിർദ്ദേശമാണ്. ലോ കേരള സഭാംഗങ്ങളുടെ സഹകരണത്തോടെ വിവരശേഖരണം നടത്തി അതാത് സമയങ്ങളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കുന്നത് പരിഗണിക്കും. ഇതിൽ പ്രധാനം തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. പഠനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവിടെ കുട്ടികൾ അവർ തന്നെ ഇതെല്ലാം കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചിലപ്പോൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. നിങ്ങൾക്കറിയാലോ, ചിലയിടങ്ങളിൽ ഒരു മേശയും കസേരയും ഉണ്ടായാൽ അത് യൂണിവേഴ്സിറ്റിയായി ചിത്രീകരിച്ച് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ ക്ഷണിച്ച് അതിൽ കുടുങ്ങിപ്പോകുന്ന കുട്ടികൾ ചിലതുണ്ട് എന്നത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാനുള്ള പൊതുവായ കരുതൽ നമ്മുടെ സമൂഹം എടുക്കേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദേശത്തുള്ള കോഴ്സുകളുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനല്ല, ഇവിടെ കോഴ്സുകൾ വർദ്ധിപ്പിക്കുന്നതിനാണ്. ഇവിടുത്തെ കോഴ്സുകൾ ലോകത്തിലെ അത്യാധുനിക കോഴ്സുകളുമായി താതാത്മ്യം പ്രാപിക്കുന്നവയാവണം, അതിന് തുല്യമായിരിക്കണം. ഇവിടെ കോഴ്സുകൾ വർദ്ധിപ്പിച്ചാൽ അവിടെയുള്ള കുട്ടികളെ ഇങ്ങോട്ട് ആകർഷിക്കുക എന്നുള്ളതാണ് നാം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിന് നമ്മൾ താല്പര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യുകയല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വലിയ തോതിലുള്ള പുരോഗതിക്ക് ആവശ്യമായ നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു വഴിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നല്ല പുരോഗതി നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ 2 യൂണിവേഴ്സിറ്റികൾ A++ തന്നെ നേടിക്കഴിഞ്ഞു. നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നല്ല പുരോഗതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നാൽ ആ തരത്തിലുള്ള ഒരു പുരോഗതി നമുക്ക് ആർജിക്കാൻ കഴിയുന്നതോടെ നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വരും. ഇവിടെ ആരോ സംസാരിക്കുമ്പോൾ വിദേശത്തുള്ള മെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് പറഞ്ഞല്ലോ. വിദേശത്ത് മെഡിക്കൽ കോഴ്സിന് പോകുന്ന കുട്ടി ഏതാ? നമ്മൾ കണ്ടല്ലോ ഉക്രൈൻ്റെ പ്രശ്നം വന്നപ്പോൾ ആരായിരുന്നു ആ കുട്ടികൾ? ഇവിടെ അഡ്മിഷൻ കിട്ടാത്തവർ. ആ കുട്ടികളുടെ സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസ നില വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലയുമായി താരതമ്യമില്ല എന്ന് ഇവിടുത്തെ വിദഗ്ധർ പറയുകയും ചെയ്തു. ഇതെല്ലാം ഒരു തർക്ക വിഷയമായി വന്ന കാര്യമാണല്ലോ. അപ്പോൾ ലോകം തങ്ങളുടെ ഉള്ളം കയ്യിലാണ് എന്നുള്ളത് കൊണ്ട്, കാരണം എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റ് മുഖേന മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. എവിടെയാണോ കൂടുതൽ അവസരം കിട്ടുന്നത് അവിടത്തേക്ക് പോകാൻ ആളുകൾ തയ്യാറാകും. അതിൽ നമ്മൾ വല്ലാതെ വേവലാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അതവർ ഇനിയും പോയി എന്ന് വരും. നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ നില മെച്ചപ്പെടുത്തുക, കൂടുതൽ മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയായി മാറുക, അത് ഇവിടുത്തെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്ന അവസ്ഥയുണ്ടാവുക. അത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിനും ആരോഗ്യരംഗത്തിനും ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം നമ്മുടെ നാടിൻ്റെ പൊതുവായ സാഹചര്യം, ഇത്രയും നല്ലൊരു നാട്, നിങ്ങളെല്ലാ നാടും കാണുന്നവരാണല്ലോ, ഇത്രയും നല്ലൊരു നാട് ലോകത്ത് അപൂർവമല്ലേ. അപ്പോൾ ഇവിടത്തേക്ക് വരാൻ ആരും കൊതിക്കുമല്ലോ. ഇവിടെ താമസിച്ച് പഠിക്കുന്നതിന്, ഇവിടെ വന്ന് ചികിത്സിക്കുന്നതിനൊക്കെ അതിൻ്റെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മികവും നമുക്കൊരുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആളുകൾ താല്പര്യപ്പെടും. ഇതാണ് നാം കാണേണ്ടത്. ഇതിനാണ് സർക്കാർ ഇപ്പോൾ വലിയ താല്പര്യം എടുത്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യക്കടത്തിനിരയായി മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ജയിലുകളിൽ ധാരാളം പേർ അടക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ നോർക്ക എയർപോർട്ടുകൾ വഴി പബ്ലിസിറ്റിയും ഓറിയൻറ്റേഷനും നൽകണമെന്ന് നിർദ്ദേശം. ഇപ്പോൾ തൊഴിൽ തട്ടിപ്പ്, വിസ തട്ടിപ്പ് ഇതിനെല്ലാം ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ശരിയാണ്.
ഓൺലൈൻ ഉൾപ്പെടെ വിവിധ വഴികളിലാണ് തട്ടിപ്പ് നടക്കുന്നത്. തട്ടിപ്പിന് ഇരയാകാതിരിക്കാനും സുരക്ഷിതമായ കുടിയേറ്റം ഉറപ്പാക്കാനും നോർക്ക റൂൾസിൻ്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇത് കൂടുതൽ ആളുകളിലേക്കും തൊഴിൽ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യാം. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിഗണിക്കും. ലോ കേരള സഭാംഗങ്ങൾ സുരക്ഷിത കുടിയേറ്റമെന്ന ആശയത്തിന് വ്യാപകമായ പ്രചരണം നൽകണം. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നത് പരിശോധിച്ച് തീരുമാനിക്കാം. ഇന്ത്യയിൽ നിന്ന് വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ട് വിമാന സർവീസ് വേണം. സീസൺ കാലത്ത് വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ നടപടി വേണമെന്ന നിർദ്ദേശം. ഇത് ന്യായമായ ഒരാവശ്യമാണ്, തീർത്തും നടപ്പാക്കേണ്ട ഒരു കാര്യമാണ്. വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് നേരിട്ട് സർവീസ് വേണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ഒരാവശ്യമാണ്. അതേപോലെ തന്നെ വിവിധ സീസൺ അത് വരുമ്പോൾ പ്രവാസികളെ പിഴിയുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധന, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കാണേണ്ടത് പ്രവാസികളുടെ പ്രശ്നം ഇത് നേരത്തെ മുതലേ ഉള്ളതാണ്. അതിനെതിരെ വലിയ പ്രതിഷേധം എല്ലാ കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്, എല്ലാവരും ഉയർത്തിയിട്ടുണ്ട്. കേരള നിയമസഭ തന്നെ അതിനെതിരെയൊക്കെ നടപടികൾ സ്വീകരിച്ചതാണ്. ഗവൺമെൻറ് പലവട്ടം ആവശ്യപ്പെട്ടതാണ്. മുഖ്യമന്ത്രി നിലക്ക് ഞാൻ തന്നെ പലവട്ടം ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരും പാർലമെൻറ്റ് അംഗങ്ങൾ നിരന്തരം പാർലമെൻറ്റിൽ ഉന്നയിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ മാറ്റമില്ല. ഈ വർഷം പുതിയൊരു പ്രശ്നമുണ്ടായി. ഇത് ഹജ്ജ് യാത്രക്കാരുണ്ടല്ലോ. അപ്പോൾ ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവരിൽ നിന്ന് അമിതമായ തുക ഈടാക്കുന്ന ഒരു പ്രവണതയുണ്ടായി. അതായത് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ഇത്രയും വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഹജ്ജിന് ആളുകൾ പോകുന്നത് വിമാനത്തിൽ. കണ്ണൂരും കൊച്ചിയിലും ഉള്ള നിരക്കൊന്ന്, കോഴിക്കോട് അമിതമായ നിരക്ക്. അത് സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞു. മറ്റ് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. ഇതിലൊന്നും ചെറിയ കുറവേ ഉണ്ടായുള്ളൂ, വലിയ മാറ്റം ഉണ്ടായില്ല. ഇപ്പോൾ ശരാശരി 14,000 രൂപ നിരക്കുള്ള വിമാന ടിക്കറ്റുകൾക്ക് 14,000 രൂപ, അതിന് കൊടുക്കേണ്ടി വരുന്നത് 1,40,000 രൂപ വരെ ഈടാക്കുന്ന നില. അപ്പോൾ യഥാർത്ഥത്തിലൊരു കൊള്ളയുടെ രീതി വരികയാണ്. ഇത് സാധാരണ നിലയിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ആവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കാം. അതിനിയും ചെലുത്താമെന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊരു നിർദ്ദേശം, ഗൾഫിലെ തുറമുഖങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കുറഞ്ഞ ചെലവിൽ കപ്പൽ യാത്ര സംഘടിപ്പിക്കുക. അത് ഗൗരവമായി ആലോചിച്ച് വരികയാണ്. മാരിടൈം ബോർഡും നോർക്ക റൂൾസും ഒക്കെ ചേർന്നുകൊണ്ട് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നത് ഗൗരവമായി ചിന്തിച്ചു വരുന്നുണ്ട്. ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ വിസ തട്ടിപ്പ് കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് മൈഗ്രേഷൻ ലോയേഴ്സിൻ്റെ പാനൽ നോർക്ക തയ്യാറാക്കണമെന്ന നിർദ്ദേശം. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുള്ള അഭിഭാഷകരുടെ സേവനം ഉപയോഗപ്പെടുത്തി പ്രവാസികൾക്കുള്ള നിയമസഹായം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഈ മാതൃകയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും ഓഷ്യാനിയ, സെൻട്രൽ ഏഷ്യ പ്രദേശങ്ങളിലും നിയമസഹായ സേവനം ലഭ്യമാക്കൽ പരിഗണിക്കും. നിയമസഹായ പദ്ധതി
കൂടുതൽ ഫലപ്രദമാക്കാൻ വ്യക്തികൾക്ക് പകരം ലീഗൽ ഫേമുകളെ ഏർപ്പെടുത്താനും ആലോചിക്കുന്നുണ്ട്. പ്രവാസി മലയാളികളുടെ മാനസിക സമ്മർദ്ദത്തിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശം. ഇപ്പോൾ തിരിച്ചെത്തുന്ന പ്രവാസികൾ വിവിധതരം മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു എന്നത് ശരിയാണ്. മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമേകുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ സംവിധാനമുണ്ട്. ഇത് വിപുലപ്പെടുത്തി പ്രാദേശിക തലത്തിൽ കൗൺസിലർമാരുടെയും ഡോക്ടർമാരുടെയും സേവനം ലഭ്യമാക്കുമെന്നത് ഉറപ്പാക്കാം. ഗാർഹിക തൊഴിലാളികൾ നേരിടുന്ന ചൂഷണവും വെല്ലുവിളികളും അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം. വിദേശ രാജ്യങ്ങളിൽ ഗാർഹിക തൊഴിലാളികൾ നേരിടുന്ന ചൂഷണവും വെല്ലുവിളികളും നേരിടുന്നതിന് സംസ്ഥാന സർക്കാരിന് വലിയ പരിമിതിയാണുള്ളത്. വിദഗ്ധ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾക്കെതിരായുള്ള ചൂഷണം നിലനിൽക്കുന്നുവെന്നത് ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് ഇന്ത്യൻ എംബസിയുടെ കീഴിൽ വനിതാ സെൽ രൂപീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന കാര്യം പരിഗണിക്കുന്നതാണ്. ഇതിൽ ഫലപ്രദമായ ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഇത്തരം തൊഴിലിന് പോകുന്നവർ രാജ്യത്തിൻ്റെ എംബസി മുഖേന ആക്കാനായാൽ കുറേ കൂടി സുരക്ഷ കിട്ടുന്ന നില വരും. അപ്പോൾ അതിനുള്ള നടപടികളും സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാവുന്നതാണ്. കരീബിയൻ ദ്വീപുകളിലേക്ക് സ്ഥിരമായി കോൺസുലേറ്റ് സ്റ്റാഫ് സന്ദർശനം നടത്തണമെന്ന നിർദ്ദേശം. ഇപ്പോൾ എംബസികളോ കോൺസുലേറ്റുകളോ ഇല്ലാത്ത രാജ്യങ്ങളിൽ കോൺസുലേറ്റ് സേവനങ്ങൾ എത്തിപ്പെടാത്ത ഭൂപ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം നമ്മുടെ രാജ്യക്കാരുണ്ട്. അപ്പോൾ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ ഇന്ത്യൻ എംബസിയാണ് കൈക്കൊള്ളേണ്ടത്. ഓപ്പൺ ഹൗസുകൾ, കോൺസുലാർ സർവീസുകൾ മുതലായവ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നതാണ്. പ്രവാസി എഴുത്തുകാർക്ക് വേണ്ടി നാട്ടിൽ സാഹിത്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കണം. സാംസ്കാരിക വകുപ്പിൻ്റെയും വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ എഴുത്തുകാർക്കും കലാകാരന്മാർക്കുമായി വിവിധതരം ക്യാമ്പുകൾ, ശില്പശാലകൾ മുതലായവ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇത്തരം ക്യാമ്പുകളിലും ശില്പശാലകളിലും പ്രവാസി എഴുത്തുകാർക്കും പങ്കെടുക്കാവുന്നതാണ്. പ്രവാസി എഴുത്തുകാർക്ക് മാത്രമായി പ്രത്യേക സാഹിത്യ ക്യാമ്പ് അത് സംഘടിപ്പിക്കുന്ന കാര്യം പരിശോധിച്ച് തീരുമാനിക്കാം. പ്രവാസി യുവതയെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുവജനോത്സവങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടത്തണമെന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഗൗരവമായി ആലോചിക്കാം. വീടില്ലാത്ത പ്രവാസികൾക്ക് വീട് വെക്കാൻ പ്രത്യേക പദ്ധതി രൂപീകരിക്കാനുള്ള നിർദ്ദേശം. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നാണ് സർക്കാർ നയം. ഇതിനുവേണ്ടിയാണ് ലൈഫ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിൽ ഇതേവരെ 4,03,811 വീടുകൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. പുതുതായി 92,948 ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണത്തിനായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് വീട് ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും നിലവിലുണ്ട്. ലൈഫ് പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി, ഇതെല്ലാമായി സഹകരിക്കാൻ വിവിധ മേഖലകളിലുള്ളവർ മുന്നോട്ട് വരുന്നുണ്ട്. ലൈഫിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക മേഖലയിൽ നിങ്ങൾക്കും സഹകരിക്കാനാവും. അത് മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് സ്ഥലവും വീടുമില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ആദ്യം സ്ഥലം വേണം. അപ്പോൾ ആ സ്ഥലം എടുത്തു കൊടുക്കാൻ നാട്ടിൽ പലരും ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്.
എന്നാൽ നമുക്ക് ആവശ്യമായത്ര സ്ഥലം ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്ഥലം എടുത്തു കൊടുക്കാൻ നിങ്ങളും താല്പര്യമെടുത്താൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥലം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. ആ മേഖലയിൽ നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. അതാവശ്യമായ കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണ്. പ്രവാസികളുടെ വീട് വെക്കുന്ന കാര്യം, അതിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. അത് സാധാരണഗതിയിൽ ഈ പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതല്ല. എന്നാൽ പ്രത്യേകമായൊരു പദ്ധതിയായി അതെങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്നത് ഗൗരവമായി ആലോചിക്കാം. കുടുംബശ്രീ മിഷൻ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുക, പ്രവാസികൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക. ഇതാണ് ഉയർന്നു വന്ന മറ്റ് 2 നിർദ്ദേശങ്ങൾ. പ്രവാസി പുനരധിവാസം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വിവിധ പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. പ്രവാസി ഓൺലൈൻ സംഗമങ്ങൾ നടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 2019 പ്രവാസി ഡിവിഡൻഡ് പദ്ധതി ആരംഭിച്ചത്. അത് പ്രവാസികൾക്ക് മെച്ചമുള്ള നിക്ഷേപ പദ്ധതിയായി തുടരുകയാണ്. പ്രവാസി ഡിവിഡൻഡ് പദ്ധതി പ്രകാരം 315 കോടി രൂപയോളം നിക്ഷേപം സ്വീകരിച്ച് കിഫ്ബിയിലേക്ക് നൽകിയിട്ടുണ്ട്. 2019 നിക്ഷേപകർക്ക് പ്രതിമാസ ഡിവിഡൻഡ് 2023 ജനുവരി മാസം മുതൽ നൽകി തുടങ്ങി. കേരളീയ പ്രവാസി സംഘടനകളെ ഏകോപിപ്പിച്ച് രോഗബാധിതർക്കും അപകടം സംഭവിക്കുന്നവർക്കും തൊഴിൽ നഷ്ടമാകുന്നവർക്കും സംരക്ഷണം നൽകാൻ സ്കീം വികസിപ്പിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനമാണ്. ഇതിപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മരണപ്പെട്ട പ്രവാസികളുടെ ആശ്രിതർക്കും രോഗബാധിതർക്കും ധനസഹായത്തിനായി സാന്ത്വന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. തൊഴിൽ നഷ്ടമായി തിരികെ വന്നവർക്ക് വായ്പാ ധനസഹായത്തിനായി ND പ്രേം, നോർക്ക പുനരധിവാസ ഏകോപന സംയോജന പദ്ധതി ഇവയെല്ലാം നടപ്പാക്കി വരുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുള്ള ക്രിട്ടിക്കൽ ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ട്. നോർക്ക ഇൻഷുറൻസ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രവാസികൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി എന്ന ദീർഘകാല ആവശ്യവും നിർവഹിക്കപ്പെടും. വലിയ കാലതാമസമില്ലാതെ അത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 വർഷത്തിനുള്ളിൽ 67 പ്രവാസി സംഘങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. പ്രവാസികളുടെ പുനരധിവാസത്തിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളുന്നതിന് പ്രവാസി ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് സ്വയം സഹായ സംഘങ്ങൾ, സഹകരണ സംഘങ്ങൾ മുതലായവ രൂപീകരിക്കുന്നത് പരിഗണനയിലുണ്ട്. കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്ന കാര്യം പരിഗണിച്ച് വരികയാണ്. ആതിഥേയ രാജ്യങ്ങളുടെ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ പ്രവാസി ക്ഷേമ ഫണ്ട് രൂപീകരിക്കുന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. തികച്ചും ന്യായമായ ഈ ആവശ്യം ആഗോളതലത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. കുടിയേറ്റ തൊഴിലാളികളെ കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ ഐക്യത്തിലൂടെ മാത്രമേ ഈ ലക്ഷ്യം കൈവരിക്കാനാവൂ. ഉത്സവകാലങ്ങളിൽ കൂടുതൽ ട്രെയിൻ സർവീസുകളുടെ കാര്യമാണ് വേറൊരു നിർദ്ദേശമായിട്ട് വന്നത്. ഉത്സവ സീസണിൽ ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും. കേരളത്തിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രയാസം അനുഭവിക്കാൻ പറ്റാത്തത്. ഇവിടുത്തെ ട്രെയിൻ യാത്ര തന്നെ വലിയ പ്രയാസത്തിലാണ്. അത് പരിഹരിക്കാനുള്ള നടപടിയായിട്ടാണ് നമ്മളൊരു ഘട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നത്. അതിപ്പോഴും പരിഗണനയിൽ അങ്ങനെ കിടക്കുകയാണ്. നമ്മളെ പരിഗണനയിലല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ കിടക്കുകയാണ്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കണം. അത് നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ മലയാളം ചെയർ സ്ഥാപിക്കണം.
സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളായതിനാൽ മലയാളം ചെയർ ആരംഭിക്കൽ അതത് സർവകലാശാലകളാണ് തീരുമാനിക്കേണ്ടത്. ഈ ആവശ്യം വിവിധ സർവകലാശാലകളുമായി ചർച്ച ചെയ്യാം. മലയാളത്തിന് ക്ലാസിക് പദവി ലഭ്യമായതടക്കം ഇതിന് സഹായകരമാകും. മലയാളം ചെയർ ആരംഭിക്കൽ സാധ്യത പരിഗണിക്കാവുന്നതാണ്. ലോ കേരള സഭയുടെ തുടർ പ്രവർത്തനം ഫലപ്രദമാക്കണം. ലോ കേരള സഭയിൽ ഉന്നയിക്കപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടർ പ്രവർത്തനങ്ങൾ ഫലപ്രദമാക്കാൻ ലോ കേരള സഭ പ്രതിനിധികളെ ഉൾപ്പെടുത്തി 15 അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നേരത്തെ ഇത്തരമൊരു നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ പിന്നീട് നടപ്പിലാക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ രൂപീകരിക്കാം. നമുക്ക് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്നവ തിരഞ്ഞെടുത്ത് സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുകയാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്യേണ്ടത്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പാനൽ ഇവിടെ അവതരിപ്പിക്കും. ഇവിടെ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് വന്നത്. ഇനിയും ചില അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 1 മണിക്കൂറിലധികമായി. ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ അതൊരു പ്രയാസമാകുമെന്നുള്ളത് കൊണ്ട് മറ്റ് അഭിപ്രായങ്ങളുടെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് അഭിപ്രായങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ കടന്നാൽ കുറേ കൂടി സമയം നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് ഇത് നമുക്ക് സമാപിക്കേണ്ട ഘട്ടത്തിലാണല്ലോ നിൽക്കുന്നത്. ഏതായാലും ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കും, സാധ്യമായ തീരുമാനങ്ങളെടുക്കും, ആവശ്യമായ നടപടികൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും. ഇതെല്ലാം സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളവയല്ല, നമ്മുടെ കൂട്ടായ്മയുടെ ഉത്തരവാദിത്വത്തിലൂടെയാണ് ഇതെല്ലാം നിർവഹിക്കേണ്ടത് എന്നാണ് കാണുന്നത്. ഇവിടെ ചർച്ച ചെയ്യേണ്ടതും ഓരോ രാജ്യത്ത് ചെയ്യേണ്ടവയുമുണ്ട്. രണ്ടാമത്തെ കാര്യത്തിൽ അതാതിടങ്ങളിലെ ഘടക സംഘടനകൾ, അതത് രാജ്യങ്ങളിലെ നല്ല മുൻകൈ എടുക്കേണ്ടതാണ്. ലോ കേരള സഭാംഗങ്ങൾ അതിന് നേതൃത്വം നൽകണം. കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൻ്റെ ദുഃഖകരമായ പശ്ചാത്തലത്തിലായിപ്പോയി നമ്മുടെ ഈ സമ്മേളനം. വിങ്ങുന്ന മനസ്സുമായാണ് നാം എല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ദുരന്തത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ദുഃഖം നമ്മുടെ ആകെ ദുഃഖമാണ്. ഈ ദുഃഖാന്തരീക്ഷത്തിലും ഫലപ്രദമായ ചർച്ചകളിലൂടെ സമ്മേളനം അർത്ഥപൂർണമാക്കിയ നിങ്ങളെ ഏവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ സ്മരണകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇനി സമാപന പ്രസംഗമാണ്. അതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രസിഡി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, മറ്റ് ലോക കേരള സഭ അംഗങ്ങളെ, ഇന്നലെയും ഇന്നുമായി നടന്ന ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത്യന്തം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇത്തവണ ലോക കേരള സഭ സമ്മേളനം നമ്മൾ ചേരേണ്ടി വന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഒഴിവാക്കാൻ സാധിക്കുന്ന എല്ലാ പരിപാടികളും ഇതിൻ്റെ ഭാഗമായി ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ ലോക കേരള സഭ സമ്മേളനത്തിലുണ്ടാകുന്ന സെലിബ്രേഷൻസ് ഒന്നും തന്നെ ഇത്തവണ ലോക കേരള സഭ സമ്മേളനത്തിലുണ്ടായിട്ടില്ല. അതുമാത്രമല്ല,
ഇത്തവണ സഭാ സമ്മേളനം ആരംഭിച്ച് ഇന്നലെ ഏതാണ്ട് വൈകുന്നേരമാണ്. അതും നമ്മുടെ സഹോദരങ്ങളുടെ മൃതശരീരം ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെടുമ്പാശ്ശേരിയിൽ പോയി അവർക്ക് അന്തിമോപചാരം അർപ്പിച്ചാണ് അവർ തിരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ സമ്മേളനം ഇന്നലെ വൈകുന്നേരം ആരംഭിച്ചത്. ഏതായാലും സമ്മേളനം സമാപിക്കുന്നത് നല്ല കുറേ നിർദ്ദേശങ്ങളും നല്ല കുറേ ചർച്ചകൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് തന്നെയാണ്. ലോക കേരള സഭാ സമ്മേളനം എന്നെല്ലാം ചേർന്നിട്ടുണ്ടോ അന്നെല്ലാം കടുത്ത വിമർശനങ്ങൾക്ക് ഈ സമ്മേളനം വിധേയമായി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ലോക കേരള സഭാ സമ്മേളനത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടാണ്. ഈ സമ്മേളനത്തിൽ ആരാണ് പങ്കെടുക്കുന്നത്? പ്രവാസ ലോകത്തിൻ്റെ ഒരു ക്രൂസ് സെക്ഷനാണ്. എല്ലാ തലത്തിലും പെട്ട ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലോക കേരള സഭാ സമ്മേളനം എന്തിനാണ്? ടു ബിൽഡപ്പ് ദ കോൺഫിഡൻസ് ഓഫ് മലയാളി ഡയസ്പോറ. യഥാർത്ഥത്തിൽ ഈ ലോക കേരള സഭാ സമ്മേളനം, ലോക കേരള സഭ മലയാളി പ്രവാസികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടില്ലേ? വർദ്ധിപ്പിച്ചു എന്ന ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. ഇന്ന് 103 രാഷ്ട്രങ്ങളിലേക്ക് ഇത് പടർന്നു. യഥാർത്ഥത്തിൽ മലയാളി ഡയസ്പോറക്ക് മാത്രമല്ല, ജനപ്രതിനിധികളായ ഞങ്ങൾക്കുൾപ്പെടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും സംഭവം നടന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നലാണ് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിലുണ്ടായിട്ടുള്ളത്. വിളിക്കാൻ ഇന്ന ആളുണ്ട്, അയാളുണ്ട്, വിളിക്കാം ധൈര്യപൂർവ്വം. നോർക്കയുണ്ട്. യഥാർത്ഥത്തിൽ നോർക്കയുടെയും LKSൻ്റെയും മുന്നിൽ വന്ന ഏറ്റവും വലിയ ചലഞ്ച് യുക്രൈൻ യുദ്ധമായിരുന്നു. വളരെ കൃത്യമായി സോർട്ട് ഔട്ട് ചെയ്യാൻ നോർക്കക്കും അതിലൂടെ LKSനും സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പം വന്ന ചലഞ്ച് കുവൈറ്റിലെ തീപിടുത്തമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ സാധാരണ ഒരാൾ വിദേശത്ത് മരിച്ചാൽ 24 മണിക്കൂർ കൊണ്ട് മൃതശരീരം നാട്ടിലെത്തിക്കുന്നത്? പക്ഷെ അത് സാധിച്ചതിൽ നോർക്കയും LKSും നല്ല സംഭാവന നൽകി എന്നുറച്ച ബോധ്യമുള്ളവരാണ് ഞാൻ. അത് മാറ്റമാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം. വാട്ട് കേരള തിങ്സ് ടുഡേ ദാറ്റ് ഇന്ത്യ തിങ്സ് ടുമാറോ. സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ടായിരുന്നില്ല കേരളത്തിൽ. നിയമസഭയ്ക്ക് സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ടായിരുന്നില്ല. ആ സബ്ജക്റ്റ് കമ്മിറ്റികൾ ഉണ്ടായത് കേരളത്തിൽ നിന്നാണ്. ഇവിടെ രൂപീകരിച്ച സബ്ജക്റ്റ് കമ്മിറ്റിയിലൂടെയാണ് പാർലമെൻറ്റ് സബ്ജക്റ്റ് കമ്മിറ്റി അഡോപ്റ്റ് ചെയ്തത്. കേരള നിയമസഭയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു. മനസ്സിലാക്കാൻ MLAമാർ, മന്ത്രിമാർ, സ്പീക്കർമാർ അവരെല്ലാം ഈ സഭ കാണാൻ വരുന്നു. കാരണം കേരള മോഡൽ കേവലം ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും മാത്രമല്ല, കേരള മോഡൽ നിയമനിർമ്മാണത്തിലുമുണ്ട് എന്ന അഭിമാനത്തോട് പറയാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ലോക കേരള സഭ ഇന്ന് അവസാനിക്കുമ്പം 63-ൽ 103 എത്തി. 193 രാജ്യങ്ങളാണ് ഗ്ലോബിലുള്ളത്. അതിൽ 103 എത്താൻ നമുക്ക് കഴിഞ്ഞു. 5ാമത് ലോക കേരള സഭ എത്തുമ്പോഴേക്കും 193 രാജ്യങ്ങളിലും മലയാളി ഉണ്ടെങ്കിൽ ആ 193 രാജ്യങ്ങളിൽ മലയാളി അണിനിരത്താൻ നോർക്ക റൂട്ട്സിനും LKSനും സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇത് ഇന്നലെ ഒരു യുവതി വന്ന് ഇവിടെ പ്രസംഗിച്ചു, ഗദാമ. ഈ LKS പോലെ ഇതുപോലൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് ഗതി വരുമായിരുന്നില്ല. എന്തെല്ലാം തട്ടിപ്പ്! കൊണ്ടുപോകുന്ന വിസ ഇന്നതാണെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കും, വഞ്ചിക്കപ്പെടുന്നു. മെയ്ഡായിട്ടാണ് ജോലി കിട്ടുന്നത്. ഇനി ഉറപ്പിച്ചു പറയാം, ഒരു മലയാളിയും ഈ നിലയിൽ വഞ്ചിക്കപ്പെടില്ല. കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന ഫീലാണ് LKSലൂടെ നമുക്ക് നൽകാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ LKS ഇവിടെ അവസാനിക്കുമ്പം 103 രാജ്യങ്ങളിൽ ആളുകൾ പങ്കെടുത്തു. അവർ അഭിമാനത്തോടെ തിരിച്ചു പോകുമെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ലോക കേരള സഭ എല്ലാവരുടെയും സഭയാണ്. എവിടെയും ഇല്ലാത്ത, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത ഒരു സഭ അത് രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ 125 പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 10 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ഗ്രൂപ്പ് ഡിസ്കഷനകത്തും എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇവിടെ അഭിപ്രായങ്ങൾ കേട്ടു. ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. തീർച്ചയായും ഓരോ വിഷയങ്ങളും കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം സർക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചു.
ഈ ലോക കേരള സഭയ്ക്ക് നിങ്ങൾ ഉന്നയിച്ച ആശയങ്ങളെല്ലാം സർക്കാർ പരിഗണിക്കുമെന്ന് അദ്ദേഹം ഇവിടെ ഉറപ്പ് നൽകി. തീർച്ചയായും നാം ഇന്നിവിടെ പിരിയുമ്പം കേരളം ബഹുദൂരം മുന്നോട്ടേക്കാണ്. നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് ചേരാൻ, നിങ്ങൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാൻ സാധിക്കുന്നൊരു വേദിയായി ഇത് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ സംസ്ഥാനത്തിന് എന്തൊക്കെ ഗുണം ചെയ്യാൻ സാധിക്കും, ആ നിലയ്ക്ക് ഉൾപ്പെടെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആശയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ടത്, ഇവിടെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത്, ഈ LKS ഈ സമ്മേളനം ചേരുന്നതിൻ്റെ ഭാഗമായി പെട്ടെന്നാണ് കുവൈറ്റിൽ ദുരന്തമുണ്ടായത്. കുവൈറ്റിൽ ദുരന്തമുണ്ടായപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ MA യൂസഫ് അലി സാഹിബിനെ പോലെ, രവി പിള്ളയെപ്പോലെ, ബാബു സ്റ്റീഫനെ പോലെ, JK മേനോനെ പോലെ ആളുകൾ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അവരോട് ലെജിസ്ലേച്ചറിനുള്ള നന്ദി ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ മറ്റു കൂടുതൽ കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല, കാരണം സമ്മേളനം അതിൻ്റെ ലാസ്റ്റ് മിനിറ്റുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊരു കൺക്ലൂഷൻ സ്പീച്ച് എല്ലാ കാര്യങ്ങളും കൺക്ലൂസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശിച്ചു. ലോക കേരള സഭയിൽ വന്ന നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാൻ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പേരിവിടെ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ശ്രീ JK മേനോൻ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ, ഡോക്ടർ ബാബു സ്റ്റീഫൻ, ഫൊക്കാനോ പ്രസിഡന്റ്, OV മുസ്തഫ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ, KP മുഹമ്മദ് കുട്ടി, KMCC, പ്രശാന്ത് മണിക്കുട്ടൻ, മുനീർ KMCC സൗദി, OICC സൗദി, കുര്യൻ ജേക്കബ് കൈരളി UK, വിദ്യ അഭിലാഷ് മലയാളി അസോസിയേഷൻ മൊസാംബിക്, റിജിൽ പൂക്കൂത്ത് നവോദയ ഓസ്ട്രേലിയ, പ്രസാദ് AK ജനസംസ്കൃതി, KV അബ്ദുൽ ഖാദർ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ, അനുപമ വെങ്കടേശ്വരൻ പത്രപ്രവർത്തക USA, ഹനീഫ അലിയാർ നവോദയ ദമാം, ഗിരികൃഷ്ണൻ സംസ്കാര ജർമ്മനി, PM ജാബിർ NRI കമ്മീഷൻ അംഗം എന്നിവരടങ്ങിയ 15 പേരുടെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കുകയാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഈ സഭയുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ഇവിടെ സമാപിച്ചതായി അറിയിക്കുകയാണ്. നാഷണൽ ആന്തം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे।